ലൈറ്റ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടും വെയിറ്റ് ഒന്നും റെഡ് അതൊക്കെ ആകുമ്പോഴത്തേക്ക് 6 ഗ്രാം വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത ഡെയിലി യൂസ് കംപ്ലൈന്റ് ഒന്നും വരില്ല. ഉള്ളല്ലേ? കപ്പയും മീൻകറി അത്ര ഐറ്റംസ് വെച്ചിട്ടുള്ളൂ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ജേണി രശ്മി. നമ്മളിന്നുള്ളത് എറണാകുളം ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സജ്ജമാക്കിയിട്ടുള്ള വനിതാ ഉത്സവ് ഷോപ്പിംഗ് മഹോത്സവത്തിലാണ്. 2025 ജനുവരി 24 മുതൽ ഫെബ്രുവരി 10 വരെയാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹൈബി ഈഡൻ MP ആണ് ഉദ്ഘാടന കർമ്മം വഹിച്ചത്. അപ്പോൾ അതാ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച പതിവിലും വിപരീതമായി പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അവറിൽ തന്നെ കയറിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ നാളെ മുതലാണ് ഇനി ലൈവ് ആകുക, സാറ്റർഡേ തൊട്ട്. അപ്പോൾ അതാ എല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അത് ഈ ഒരു പവലിയനിൽ മാത്രമാണ്. ഇനി അങ്ങോട്ടേക്ക് കാഴ്ചകളുടെ പൊടിപ്പൂരമാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വർക്കേഴ്സ് ഉണ്ട്, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, പലരുമായി അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ എല്ലാത്തിനും ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. പിന്നെ അതാ ഇവിടെ മുതൽ സ്റ്റാളുകളെല്ലാം ലൈവാണ്. അടിപൊളി സോഫ സെറ്റുകളൊക്കെ വെറൈറ്റി കളക്ഷനാണ്. നല്ല ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഷെയ്ഡ് കൊള്ളാം. ഇത് സെയിം തന്നെയാണോ? ഈ സോഫ സെറ്റുകളൊക്കെ 30,000 to 60,000 റേഞ്ചാണ് കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് കണ്ടതിൽ കാണാൻ പറ്റിയത്. പക്ഷേ എനിക്ക് നല്ല മെറ്റീരിയലൊക്കെ വളരെ നല്ലതാണ്. ഇവർ കാണിച്ചു തരുന്നുണ്ട്, ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഓരോരോ മെറ്റീരിയലുടെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഡൈനിങ് ടേബിൾ ചെയേഴ്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഉള്ള ഡിസൈനിലൊക്കെ ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് കാഴ്ചകളാണ് കേട്ടോ, തുടർന്നേണ്ടിരിക്കും. ഇത് നമ്മുടെ എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിയാൽ കയറി നിന്നാൽ മതി. ഇങ്ങനെ നമ്മൾ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. വൈബ്രേഷനിലാണ് ഫുൾ ബോഡി ഒരു മസാജ് പോലെ. പിന്നെ അതായി കാണുന്നത് ഒരു ജ്വല്ലറിയാണ്. ഇതിനകത്തൊരു ജ്വല്ലറി കൂടിയുണ്ട്, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുണ്ട്. അത്രേ ഉള്ളല്ലേ? ഇതൊക്കെ എങ്ങനെയാ? 7 ഗ്രാം. അപ്പൊ നമ്മൾ ഡെയിലി യൂസ് വരില്ല. ഇത് രണ്ട് സൈഡും ഉണ്ടോ? നോക്കി, ഇത് രണ്ട് സൈഡിലും നമ്മളിപ്പോ മറിഞ്ഞു പോയാലും ഒരേപോലെയാണ്. ആ ഡിസൈൻ അങ്ങനെ തന്നെ കാണും. ഞാൻ വിചാരിച്ച അതിന്റെ ഇടയിൽ കൊള്ളാട്ടോ. അതിന്റെ ഡിസൈൻ പോകും, കാണില്ലല്ലോ. അങ്ങനെ അല്ല, ആംഗ്ലറ്റ് ആണ്. ഇതും പാദസരം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ 1 ലെയർ 2 ലെയർ ആയിട്ടൊക്കെ നമുക്ക് മാലയായിട്ടും നെക്ലസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ലൈറ്റ് വെയിറ്റ് ആണ്. 8,500 ആ റേഞ്ച് ഒക്കെ ഉണ്ട്. 1 ഗ്രാംസ് ഒക്കെ അതല്ലേ? ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല. ഒരു 3 ഗ്രാം 4 ഗ്രാം നല്ല കട്ടിയുള്ള പാറ്റേൺ. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 5 ഗ്രാംസ് നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ. അപ്പൊ വരാട്ടോ മഹാരാജയിലേക്ക് വരുമോ? കൊച്ചി പള്ളുരുത്തിയിലും ഇടപ്പള്ളിയിലും ഷോറൂമുകളുണ്ട് കേട്ടോ ഈ മഹാരാജ ജ്വല്ലറിക്ക്. നല്ല രസമുണ്ടല്ലേ? അത് നല്ല രസമല്ലേ? നല്ല ഇഷ്ടമായി. ഈ ലാൻറ്റേണൊക്കെ ഈറ്റയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെ റേറ്റ് വരും ഇത്? 950. 1200 അല്ലേ ഇതിന്? ഇവിടുത്തെ റേറ്റ്. ഓക്കെ. ഓൺലൈനിലൊക്കെ ഉണ്ടോ? ഓൺലൈനിൽ കിട്ടുമോ നിങ്ങളുടെ ഇതിൽ? ഉണ്ടല്ലേ? അതിൻ്റെ ഒരു കോണ്ടാക്ട് കാര്യങ്ങൾ ഇവരുടെ കാർഡ് ഇതാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. ഇതാണ് വെറൈറ്റീസ് കളക്ഷൻസ്. നല്ല രസമുണ്ട്, ഭയങ്കര ഇഷ്ടമായി. അതേടാ, ഇതാടാ അവരുടെ പാലക്കാടാണോ? അത് ശരി. നന്നായിട്ടുണ്ട്, അടിപൊളി. ലോഗോയും സൂപ്പറായിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ട്. ഇതെങ്ങനെ റേറ്റ് വരിക? 1 सेकंड. इसी में आपको सेकंड आइटम ऑनियन चॉप
Next size, this one is small size. Next bag dry rice, all vegetable chopping purpose के लिए. टमाटो चॉप करना चाहते हैं, इसी में आपको टमाटर रख देंगे, प्रेस कर देंगे, टमाटो चॉप करेंगे आप. 1, 2 and 3. 3 को जूनियर पर्पस के लिए, इसी में आपको जूनियर सिखाते हैं. चॉपिंग में, नूडल्स में, चाइनीज में. ആണല്ലേ? Yes, multi set. Onion, tomato, carrot, all vegetable chop. Separate 690, 390, 890. तो 1800 का पूरा कंप्लीट सेट आता है, मल्टी सेट. ऑफर के बाद अलग अलग 2000 आफ्टर डिस्काउंट ऑफर 1800. किचन सेट 890. पूरा कंप्लीट सेट आपको 2000 लास्ट. 1 മണിക്കൂർ ചാർജ് ചെയ്ത് 6 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്വം ക്ലീനർ ഉണ്ട് കേട്ടോ. കാറിലും സോഫയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയ തരം സോപ്പ് പെട്ടിയുണ്ട്. സോപ്പ് ഇട്ടിട്ട് മേത്തിട്ട് തന്നെ ആ ബോക്സോടുകൂടി തന്നെ ഉരച്ചാൽ മതി. നമുക്ക് പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നുമില്ല, സ്ക്രബ്ബറൊന്നും വേണ്ട. അതായത് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും, സോപ്പ് അകത്തുണ്ടാവും. സോപ്പിന് ഇങ്ങനെ റോൾ ചെയ്ത് വരും. ഈ കാണുന്നത് മോസ്കിറ്റോ നെറ്റില്ലേ, നമ്മുടെ വിൻഡോയിലൊക്കെ വയ്ക്കുന്ന, ഡോറിലൊക്കെ വയ്ക്കുന്ന. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ശരിക്കും ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നു കേട്ടോ. മുള്ളു പോലെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് അകത്തുനിന്നും പുറത്തുനിന്നും അത് ക്ലീനായി പോകുമെന്നാണ് പറയുന്നത്. ഡസ്റ്റ് അടിയിൽ വരുമല്ലേ? അടിയിൽ വരില്ല, ഒഴിക്കൊന്നും വെള്ളം പുറത്തോട്ട് വരില്ല. ബാത്റൂമിലിടാ, കിച്ചണിലിടാ, സിങ്കിന്റെ താഴെ ഇടാ, തെന്നി പോകത്തില്ല. സെൽഫായിട്ട് ട്രൈ ചെയ്യാം. നമ്മൾ വെയിലത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും അത് ശരി. സോളാർ ആണല്ലേ ഇത്? സോളാർ എന്ന് പറഞ്ഞാൽ പുറത്ത് വെക്കണ്ട കേട്ടോ, ഇതിനകത്തിരുന്ന് തന്നെ സ്വയം ചാർജ് ആവും. അതെങ്ങനെ? അത് ട്യൂബിന്റെ വട്ടത്ത് മാത്രം. ഓ അങ്ങനെയല്ലേ? ട്യൂബിന്റെ വട്ടത്ത് ചാർജ് കയറും. അത് ശരി. ഇത് ഒരു ലൈറ്റ് കിട്ടിയാൽ മതി. ലൈറ്റ് കിട്ടിയ A3 പാനലാണ് കേട്ടോ. നമ്മുടെ ഈ കാൽക്കുലേറ്ററിലൊക്കെ വരുന്നത് ആ പാനലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ലിഥിയം ബാറ്ററിയാണ്. നമ്മുടെ മൊബൈലിലൊക്കെ വരുന്ന ലിഥിയം ബാറ്ററി, ആ ബാറ്ററിയാണ്. നമുക്ക് ബ്രൈറ്റ് കൂട്ടിയെടുക്കാം, കുറക്കാം. അത് ശരി. सोफे पे, मैट पे, कारपेट पर डस्ट होगा सारा क्लीन इस ट्रे में आ जाए. डस्ट होता है, चिल्ला डस्ट होता है. सोफे, बेड, मैट, कारपेट पे जब अप्लाई करोगे सारा डस्ट क्लीन ये इसमें. सोफा क्लीन, बेड क्लीन, कारपेट क्लीन, सब क्लीन. नो बैटरी नो है. ബാറ്ററി ഇല്ല അല്ലേ? ഓ, അപ്പോൾ അത് വർക്ക് ചെയ്തോണ്ടിരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ബ്രഷ് ആണല്ലേ, റോളിംഗ് ആണ്, റോൾ ചെയ്യാം. ആ കൊള്ളാട്ടോ. റേറ്റ് എത്രയാ? 190 आफ्टर डिस्काउंट 190. 190. क्लीन भी करता है मैम, ड्राई भी करेगा. टच करके देखिए एक बार, फुल ड्राई. ഓ ഡ്രൈയാ. ചെരുപ്പുകൾ. ഏ ഭയ്യാ कितना? 600. पूरा 600 का? ഏതെടുത്താലും 600 ഇവിടെ ഇരിക്കണ എല്ലാം 600. 600. ഏത് ചെരുപ്പെടുത്താലും 600. കൊള്ളാം. പക്ഷെ ഇല്ലടാ. കുർത്തിയെ 450 നോക്കിയോടാ. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ. നല്ലതാണല്ലേ? सेट है क्या? चुड़दार सेट, सूट पीस है, फैब्रिक ओनली. एല്ലാം സെറ്റ് ആണ്. कितना रेट? कितना रेट? 1500 सूट पीस. कितना? 1500. 1500. लाइनिंग पीस दी है 1500. കൊള്ളാല്ലേ? ലൈനിങ്ങും കൂടി ഉണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ്. 4 ഷെയ്ഡ്സ് ഉണ്ട്. 4 അടിപൊളി കളേഴ്സാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ സെറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിയിട്ട്
ചപ്പാത്തി ചുടുമ്പോൾ കല്ലച്ച് പോകുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളിതിന് മുന്നേ യൂസ് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങൾ യൂസ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു പുതിയ ഐറ്റം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതിൻ്റെ എന്തൊരു സെറ്റിങ്സ് മാറിക്കിടക്കുക എന്നാണ് ഇവർ പറയണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇതായി കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്തോളൂ. തിരിച്ച് വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന സ്ക്രൂസിനെ ഇടത്തോട്ട് കുറച്ച് തിരിക്കുക. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ചൂട് കൂടും. ചൂട് കൂടും. ഓയിലിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ചൂടാക്കുക. ഒരു 4-5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നല്ല കോട്ടൺ തുണി കൊണ്ട് 2 കല്ല് ശരിക്കും വൈപ്പായിട്ട് 2-3 ദിവസം തുടക്കും, എണ്ണയിട്ട് തുടക്കും. അപ്പോൾ ആ കല്ലിന്റെ സ്മൂത്ത്നെസ് കറക്റ്റ് ആവും. വീട്ടിലുണ്ട്. ഐസ് ക്യൂബ് തണുപ്പിക്കാം. അറിയാം. വൈബ്രേഷൻ ആണ്. സ്റ്റാൻഡിലും ബാറ്റിലും പ്രവർത്തിക്കും. കോട്ടൺ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുമോ? 1300. കലങ്കാരി കുർത്താസ്. എന്താ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ എടുത്തത് ഞാൻ ഈ വർഷം ഇട്ടുണ്ടോ എന്ന് കണ്ട 1 ഇയറായി ഞാൻ യൂസ് ചെയ്യണം. എനിക്കിഷ്ടമായി. എൻ്റെ വൈറ്റ് എടുക്കട്ടെ. ശരി, ഇതൊരെണ്ണം വാങ്ങിക്കാം. ക്ലോത്ത് ആണോ? ഇപ്പുറത്തെ കാലല്ലേ ഇത്? കറക്റ്റ്. രാജസ്ഥാനി ഹാൻഡ് മെയ്ഡ് കളക്ഷൻസ് ആണ് കേട്ടോ. തീരെ കുഞ്ഞുങ്ങൾക്ക് വരെ നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഡ്രസ്സുകൾ കുറേ വന്നിട്ടുണ്ട്. ലെങ്ത് ഉണ്ട് ഇതിനൊക്കെ. 700. Also length of 46. 46. Do I show you? 1200. This one is a set. ഫുൾ സെറ്റ്. देखो बात करो क्या ദുപ്പട്ടാന് ना 2 piece set. 2 piece. Laknavi always provide you 2 pieces. 2 pieces. In dupatta then there is dupatta set and a stitch material. It's an unstitched material. It's all of 1200. 1000. The plain one. The plain one is 1200. The printed one is 1000. പ്ലെയിൻ എല്ലാം 1200. ആ പ്രിന്റഡ് ഒക്കെ 1000. Like this. ഇങ്ങനെ കാണിക്കുമ്പോ എങ്ങനെ ഇത് കാണിക്കും? ആ ഐസ് ഐസ്. ഇതാ നോക്കിക്കോട്ടാ, നോക്കിക്കോട്ടാ. ഇതാ ഓ 70,000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണത്തിലാണ് ഈ AC ഒക്കെ ഇട്ടിട്ടുള്ള പവലിയനുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നിന്ന് പർച്ചേസിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ വിഭവങ്ങൾ ഒരുപാട് തരത്തിലുള്ളതുണ്ട്. തുണിത്തരങ്ങൾ, ചെരുപ്പുകൾ, അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ സജ്ജമാണ്. എല്ലാത്തരം വെറൈറ്റി സ്റ്റാളുകളും ഇവിടെയുണ്ട്. പഴയകാല മിഠായികൾ, അതുപോലെ തന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് വെറൈറ്റി കാണാൻ പറ്റും. സൂററ്റ് സ്പെഷ്യൽ വെജിറ്റബിൾ ഡൈ തുണിത്തരങ്ങൾ, ഡെനിം കുർത്തകൾ, കുട്ടികൾക്കുള്ള ജോധ്പുരി ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ബാംബു ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ, ചവിട്ടികൾ തുടങ്ങി പിന്നെ പുസ്തകങ്ങൾ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ടേക്കൊക്കെ. ചെരുപ്പുകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, പിന്നെ എന്താ നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള അടുക്കള ഉപകരണങ്ങൾ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ് അങ്ങനെ കിടക്കുകയാണ്. ഒത്തിരി ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ചെയ്താലും ക്യാരറ്റ് ഹൽവ. ഈ കാണുന്ന ഹൽവയുണ്ടല്ലോ, നിങ്ങളിവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, വാങ്ങിക്കുക. വളരെ ഹെൽത്തിയാണ്. അരിമാവും പനങ്കൽക്കണ്ടത്തിൻ്റെ കരിപ്പെട്ടിയില്ലേ, അതും കൂടി ചേർത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചസാരയും ഇല്ല, മൈദയും ഇല്ല ഈ ഹൽവയിൽ. പിന്നെ എണ്ണ ഉണ്ടാവും, അത് ഏതൊരു ഹൽവയിലും ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് നവധാന്യങ്ങളുടെ ഫ്രൈ ഉണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് ചൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം, മിക്സറാക്കാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നു. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് പുസ്തകപ്രേമികളുടെ ഒരു ലോകത്തേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഒരുപാട് പുസ്തകങ്ങളിവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ എൻ്റെ ക്യാമറ ഇങ്ങനെ പൊക്കോണ്ടിരിപ്പുണ്ടാവും കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടോളൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക്
ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടും. അതായത് 150 രൂപ മുതലൊക്കെ പുസ്തകങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും റേറ്റ് ഓൺലൈനിലൊക്കെ നമുക്ക് ഇതിന് പുസ്തകങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഒരിക്കലും സെക്കൻഡ് ഹാൻഡ് അല്ല, ഒരാൾ കൈകൊണ്ട് മറിച്ചിട്ടില്ല ആ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാലോ, സീൽഡാണ്, പുതിയതാണ്, ഏറ്റവും ഫ്രഷും ആയിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതല്ലേ അല്ലേ? അത്രയ്ക്കും കളക്ഷൻസും ഉണ്ട്. എനിക്കതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തായിരുന്നു, കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. തീർച്ചയായിട്ടും വരിക. ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരിക. അടിപൊളി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. പുസ്തകങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും ഒരു ചെറിയ സാമ്പിൾ സ്ക്വാഷ് കിട്ടി കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. നാച്ചുറലാണ്. എവിടെയാണ് കുട്ടിക്കുള്ളത്? എറണാകുളം വെണ്ണല. എങ്ങനെ റേറ്റ് വരും ഇതൊക്കെ? എങ്ങനെ റേറ്റ് വരും? 1500 അല്ലേ? ആദിവാസിയുടെ മുടി വളരുന്ന മരുന്ന്. ഇപ്പോൾ നമ്മൾ ഓട്ടോ സോണിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കാർ ഷോറൂമിൽ നിരത്തിയിട്ടുള്ളത് പോലെ തന്നെ സ്വിഫ്റ്റ് കാറുകൾ, പലതരം ടാറ്റയുടെ വണ്ടികളുണ്ട്, പലതരം വണ്ടികളും, പിന്നെ റോയൽ ഫീൽഡിൻ്റെ ബുള്ളറ്റുകൾ, അങ്ങനെ എല്ലാ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരിക്കും. കിയയുടെ വണ്ടിയാണ് കേട്ടോ ഇത്. പുതിയ ട്രെൻഡായിട്ടുള്ള നല്ലൊരു ഷെയ്ഡിലാണുള്ളത്. നല്ലൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ടാറ്റയുടെ വാഹനങ്ങൾക്കൊക്കെ എന്നും ഒരു പ്രൗഢഗംഭീരമായൊരു ലുക്കും അതിൻ്റെതായ ഒരു വെയിറ്റും ഒക്കെ ഉണ്ടല്ലോ. സ്ട്രെങ്ത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷനും ഓഫറുകളും എല്ലാം ഇവിടെ വന്നാൽ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ്. അതായത് നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക്. കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. സ്റ്റേജ് ഷോസൊക്കെ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഉണ്ടായിരിക്കും. രാത്രി 9 മണി വരെ ഉണ്ടാവും. പക്ഷേ ഇന്ന് ജസ്റ്റ് തുടങ്ങിയത് കൊണ്ട് ആരും തന്നെ പുറത്തുനിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ലൈവല്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല ലൈവായിരിക്കും. അപ്പം കുടുംബശ്രീക്കാരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ക്യാഷ്നട്ട് വയ്ക്കുന്ന ഇത്തമാരുണ്ട്. എനിക്കെന്നും എല്ലാ വർഷവും ഞാനിവിടെ വന്ന് വാങ്ങിക്കാറുണ്ട്. അവരെനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ അവരോട് കുറച്ച് സംസാരിച്ചൊക്കെ നിന്നായിരുന്നു. പിന്നെ നമ്മുടെ കഫേ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഐറ്റംസ് കുറവാണോ തുടക്കമായതുകൊണ്ട്? അതുകൊണ്ട് ഐറ്റംസ് കുറവുണ്ടല്ലേ? കപ്പയും മീൻകറി അത്ര ഐറ്റംസ് വെച്ചിട്ടുള്ളൂ. ശരി. മസാല ദോശ, നെയ് റോസ്റ്റ് ഐറ്റംസിൻ്റെ ഒക്കെ കൗണ്ടറും കൂടി ഉണ്ട്. പക്ഷെ ഒന്നും ലൈവ് ആയിട്ടില്ല. നാളേക്ക് തുടങ്ങും തിരക്ക്. സെറ്റായിട്ടില്ല. ഇവരൊക്കെ ഓരോ സ്റ്റാളുകളിൽ ഓരോ ഐറ്റംസ് മാത്രം ഫോർ നെയിം സേക്ക് മാത്രം വെച്ചിട്ടുള്ളൂ. കാര്യം ഇന്ന് ജസ്റ്റ് ഓപ്പണിംഗ് സെറമണി എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ അങ്ങടേക്ക് ഷോപ്പിംഗ് വാങ്ങാൻ തകർക്കാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും. അത്രയ്ക്ക് തിരക്കായിരിക്കും. ഞങ്ങൾ വരുന്നതാണ് എല്ലാ വർഷവും. പായസം പോലും ഒരൈറ്റം, അതൊരു പേരിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് തകർക്കുകയാണ് നാളെ മുതൽ. അപ്പോൾ ഇവിടെ ഇരുന്നൊരു ചായ സ്നാക്കൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ടാറ്റാ.